ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് എക്കണോമിക് ചാപ്റ്ററായ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയുടെ സെക്കൻഡ് പാർട്ടാണ്. നോക്കിയാലോ. കമ്പയറിംഗ് ദ 3 സെക്ടേഴ്സ്, അതായത് 3 സെക്ടേഴ്സിനെയും കമ്പയർ ചെയ്യുന്നത്. The various production activities in the primary, secondary and tertiary sector produce a very large number of goods and services. പല ആക്ടിവിറ്റീസും, അതായത് പ്രൈമറിയിലായിക്കോട്ടെ, സെക്കൻഡറിയിലായിക്കോട്ടെ, ടേർഷ്യറി സെക്ടേഴ്സിലായിക്കോട്ടെ, ഇവയിലെല്ലാം തന്നെ വലിയ തോതിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ. ഓൾസോ ദ 3 sectors have a large number of people working in them to produce these goods and services. അതുപോലെ തന്നെ ഈ 3 സെക്ടേഴ്സിലും വലിയ തോതിലാണ് ആൾക്കാർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The next step therefore is to see how much goods and services are produced and how many people work in each sector. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ, അതായത് വലിയ തോതിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓരോ സെക്ടറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എത്രത്തോളം ആൾക്കാരാണ് ഓരോ സെക്ടറിലും ജോലി ചെയ്യുന്നത് എന്നും. ഓക്കെ. എന്നാൽ എക്കോണമിയിൽ ദർ കുഡ് ബി 1 or more സെക്ടേഴ്സ്, ഒന്നോ അതിൽ കൂടുതലോ സെക്ടേഴ്സ് ഉണ്ടായേക്കാം, വിച്ച് ആർ ഡോമിനൻറ്റ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അത് ചിലപ്പോൾ എന്താണ്, ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായേക്കാം. അതായത് ഒരു സെക്ടർ മറ്റൊരു സെക്ടറിനെക്കാട്ടിലും മുന്നേറാം. എന്തിൻ്റെ കാര്യത്തിൽ? ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും അതേപോലെ എംപ്ലോയ്മെൻറ്റിൻ്റെയും കാര്യത്തിൽ. വെൽ അതർ സെക്ടേഴ്സ് ആർ റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്. അപ്പം മറ്റ് സെക്ടേഴ്സ് എന്താണ്, സൈസിൽ റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും, അതായത് കുറവായിരിക്കും അവരുടെ പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ. ഹൗ ഡു വി കൗണ്ട് ദ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്? എങ്ങനെയാണ് നമുക്ക് പല രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് കൗണ്ട് ചെയ്യാൻ പറ്റുക? ആൻഡ് നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഈ സെക്ടർ, ഓരോ സെക്ടറിലും എത്രത്തോളമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് ടോട്ടലായിട്ട് എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വിത്ത് സോ മെനി thousands of goods and services produced, you might think this is an impossible task. അതായത് ആയിരക്കണക്കിന് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇതൊരു ഇമ്പോസിബിൾ ടാസ്ക് തന്നെയാണെന്ന്. നോട്ട് ഓൺലി വുഡ് ദ ടാസ്ക് ബി ഇനോറമസ്, യു മൈറ്റ് ഓൾസോ വണ്ടർ ഹൗ വി ക്യാൻ ആഡ് അപ്പ് കാർസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെയിൽസ് ആൻഡ് ഫർണിച്ചേഴ്സ്. അതായത് ഈ ടാസ്ക് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു അത്ഭുതം തോന്നിയേക്കാം, കാർസും കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ നെയിൽസും ഫർണിച്ചറും ഒക്കെ തന്നെ ഇതിനകത്ത് ആഡപ്പ് ആവുമോ എന്ന്. ഇറ്റ് വോണ്ട് മേക്ക് സെൻസ്. ഇതൊരു സെൻസ്ഫുള്ളായിട്ടുള്ള കാര്യമല്ല അല്ലേ? യു ആർ റൈറ്റ് ഇൻ തിങ്കിങ് സോ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. To get around this problem, economists suggest that the values of goods and services should be used rather than adding up the actual numbers. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ മറികടക്കണമെന്നുണ്ടെങ്കിൽ എക്കണോമിസ്റ്റ് എന്താ സജസ്റ്റ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ആഡപ്പ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ആക്ച്വൽ നമ്പേഴ്സ് അല്ല. അത് എത്രത്തോളമാണ് പ്രൊഡക്ഷൻ നടക്കുന്നതിലല്ല, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെയാണ് എന്ത് ആഡപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് 10,000 kg ഓഫ് വീറ്റ് ഈസ് സോൾഡ് അറ്റ് ₹20 per kg, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10,000 കിലോ ഗോതമ്പ് ഇപ്പം പെർ kg 20 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ദ വാല്യൂ ഓഫ് വീറ്റ് വിൽ ബി ₹2 lakh. അപ്പോൾ അതിൻ്റെ വീറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ലക്ഷം രൂപയായിരിക്കും. The value of 5,000 coconut at ₹15 per coconut will be ₹75,000. അപ്പം 5,000 കോക്കനട്ട്, ഓരോ കോക്കനട്ടിനും 15 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ടോട്ടൽ വാല്യൂ എത്ര കിട്ടും? 75,000 കിട്ടും. Similarly, the value of goods and services in the 3 sectors are calculated and then add up.
അതുപോലെ തന്നെയാണ് ഈ 3 സെക്ടേഴ്സിലെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പിന്നെ ആഡ് ചെയ്യണത്. ഓക്കെ, റിമെമ്പർ ദർ ഈസ് വൺ പ്രിക്വേഷൻ വൺ ഹാസ് ടു ടേക്ക്. ഒരു കാര്യം ഓർത്തിരിക്കണം, ഒരു പ്രിക്വേഷൻ എന്തായാലും എടുത്തിരിക്കണം. നോട്ട് എവറി ഗുഡ് ഓർ സർവീസസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് നീഡ് ടു ബി കൗണ്ടഡ്. അതായത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സോൾഡ് ചെയ്യുന്നതും ആയിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും കൗണ്ട് ചെയ്യണമെന്നില്ല. ഇറ്റ് മേക്സ് സെൻസ് ഓൺലി ടു ഇൻക്ലൂഡ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സെൻസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൗണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിൾ എടുക്കുക. എ ഫാമർ ഹൂ സെൽസ് വീറ്റ് ടു എ ഫ്ലോർ മിൽ ഫോർ ₹20 per kg. ഇപ്പോൾ ഒരു ഫാമർ പെർ kg വീറ്റ് എത്രയാണ്? 20 രൂപയ്ക്കാണ് ഫ്ലോർ മില്ലിൽ വിറ്റെന്ന് വെച്ചോ. ദ മിൽ ഗ്രൈൻഡ്സ് എ വീറ്റ്. ആ ഫ്ലോർ മിൽ എന്താണ്? ഗോതമ്പ് ഗ്രൈൻഡ് ചെയ്യുന്നു. ആൻഡ് സെൽസ് ദ ഫ്ലോർ ടു എ ബിസ്ക്കറ്റ് കമ്പനി. എന്നിട്ട് അവർ ബിസ്ക്കറ്റ് കമ്പനിക്ക് അത് വിൽക്കുന്നു. എത്ര രൂപയ്ക്കാണ് ബിസ്ക്കറ്റ് കമ്പനിക്ക് വിൽക്കുന്നവർ? പെർ kg 25 രൂപയ്ക്ക്. ദ ബിസ്ക്കറ്റ് കമ്പനി യൂസസ് ദ ഫ്ലോർ ആൻഡ് തിങ്സ് സച്ച് എസ് ഷുഗർ ആൻഡ് ഓയിൽ ടു മേക്ക് 4 packets ഓഫ് ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് കമ്പനിയോ ആ ഫ്ലോറും, അതായത് ഈ ഫ്ലോർ മില്ലുകാർ കൊടുത്ത ഫ്ലോറും അതേപോലെ തന്നെ ഷുഗറും ഓയിലും എല്ലാം ചേർത്തിട്ട് 4 packets ഓഫ് ബിസ്ക്കറ്റ് അവർ ഉണ്ടാക്കുന്നു. ഇറ്റ് സെൽസ് ബിസ്ക്കറ്റ് ഇൻ ദ മാർക്കറ്റ് ടു ദ കൺസ്യൂമർ. എന്നിട്ട് അവർ കൺസ്യൂമറിന് മാർക്കറ്റ് വിൽക്കുന്നത് ₹80, അതായത് പെർ പാക്കറ്റ് 20 രൂപ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കും. ബിസ്ക്കറ്റ്സ് ആർ ദ ഫൈനൽ ഗുഡ്സ്. ഇവിടെ എന്താണ് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്? ബിസ്ക്കറ്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്സ് ദാറ്റ് റീച്ചസ് ദ കൺസ്യൂമർ. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്താണോ കൺസ്യൂമർ വരെ എത്തുന്നത് അതിനെയാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുക. ഓക്കെ, വൈ ആർ ഓൺലി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൗണ്ടഡ്? എന്തുകൊണ്ടാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം കൗണ്ട് ചെയ്യപ്പെടുന്നത്? ഇൻ കോൺട്രാസ്റ്റ് ടു ഫൈനൽ ഗുഡ്സിൻ്റെ കോൺട്രാസ്റ്റ് പറയുകയാണെങ്കിൽ ഗുഡ്സ് സച്ച് ആസ് വീറ്റ് ആൻഡ് ദ വീറ്റ് ഫ്ലോർ ഇൻ ദിസ് എക്സാമ്പിൾ ആർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അതായത് ഈ എക്സാമ്പിളിൽ പറഞ്ഞ വീറ്റ് ആണെങ്കിലും വീറ്റ് ഫ്ലോർ ആണെങ്കിലും അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഫൈനൽ ഗുഡ്സ് ഉണ്ടാവാൻ ഒരു ഹെൽപ്പ് കൊടുക്കുന്ന, ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഗുഡ്സാണ് ഈ പറഞ്ഞ വീറ്റ് ആണെങ്കിലും വീറ്റ് ഫ്ലോർ ആണെങ്കിലും. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആർ യൂസ്ഡ് അപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉപയോഗിച്ചാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൾറെഡി ഇൻക്ലൂഡ്സ് ദ വാല്യൂ ഓഫ് ഓൾ ദി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഈ ഫൈനൽ ഗുഡ്സിനകത്ത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇതുവരെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എല്ലാ വാല്യൂവും കൂടെ ചേർത്തിട്ടാണ് വരിക. ഹെൻസ് ദ വാല്യൂ ഓഫ് ₹80 ഫോർ ദ ബിസ്ക്കറ്റിൻ്റെ വാല്യൂ 80 ആകാൻ കാരണം തന്നെ എന്താണ്? ഈ ഫൈനൽ ഗുഡ്സിന് മുന്നേ ഉള്ള ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിന് ചിലവായ കാശും കൂടെ ചേർത്തിട്ടാണ്. ഓക്കെ, ഓൾറെഡി ഇൻക്ലൂഡ്സ് ദ ഫ്ലോർ ഓഫ് വാല്യൂ ഓഫ് ₹25. ഇതിനകത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ വാല്യൂ വരുമ്പം അതിനകത്ത് ഈ ഫ്ലോറിൻ്റെ വാല്യൂ എന്താണ്? ആഡ് ഓൺ ചെയ്തിട്ടാണ് വരിക. സിമിലർലി ദ വാല്യൂ ഓഫ് ഓൾ അതർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് വുഡ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ്. അതുപോലെ തന്നെയാണ് എല്ലാ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂം ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, ടു കൗണ്ട് ദ വാല്യൂ ഓഫ് ഫ്ലോറിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യാൻ ആൻഡ് വീറ്റ്, അതുപോലെ തന്നെ വീറ്റ് ആയാലും സെപ്പറേറ്റ് ഈസ് ദെയർഫോർ നോട്ട് കറക്റ്റ്. ഇവരുണ്ട് വീറ്റിനെ അതുപോലെ വീറ്റ് ഫ്ലോറിനെ സെപ്പറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് കറക്റ്റ് ആവില്ല. ബിക്കോസ് ദെൻ വി വുഡ് ബി കൗണ്ടിങ്. അതെന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കൗണ്ട് ചെയ്യുന്ന എന്താണ്? ദ വാല്യൂ ഓഫ് ദ സെയിം തിങ് എ നമ്പർ ഓഫ് ടൈംസ്. ഒരു സാധനത്തിൻ്റെ വാല്യൂ നമ്മൾ പല പ്രാവശ്യമായിട്ട് കൗണ്ട് ചെയ്യണ പോലെ ഇരിക്കും. മനസ്സിലായോ? ഫസ്റ്റ് ആസ് വീറ്റ് എന്ന നിലയിലും ദെൻ ആസ് ഫ്ലോർ, അതുപോലെ തന്നെ ഫ്ലോർ എന്ന നിലയിലും, ആൻഡ് ഫൈനലി ആസ് ബിസ്ക്കറ്റ്സ്, അതുപോലെ ഫൈനലി ബിസ്ക്കറ്റ്സ് എന്ന നിലയിലും. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. അതായത് ഓരോ സെക്ടറിലും ഒരു പെർട്ടിക്കുലർ ഇയറിൽ എത്രത്തോളം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതെന്താണ് തരുന്നത്? പ്രൊവൈഡ്സ്
ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ സെക്ടർ ഫോർ ദാറ്റ് ഇയർ. എത്രത്തോളം പ്രൊഡക്ഷനാണ് ഓരോ സെക്ടറിലും ആ വർഷത്തിൽ നടന്നത് എന്നതിൻ്റെ ഒരു കണക്ക് നമുക്ക് കിട്ടും. And the sum of production in the three sectors gives what is called gross domestic product of a country. അതുപോലെ തന്നെ 3 സെക്ടറിലും ഉള്ള പ്രൊഡക്ഷനെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും ആ ഒരു കൺട്രിയുടെ. ഓക്കെ, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. ഇതെന്ന് പറയുന്നത് എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസും, അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു കൺട്രിക്കുള്ളിൽ എത്രത്തോളം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അതിൻ്റെ വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് എന്ത് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ഹൗ ബിഗ് ദ എക്കോണമി ഈസ്, എത്രത്തോളം വലുതാണ് എക്കോണമി എന്ന്. In India, the mammoth task of measuring GDP is undertaken by a central government ministry. ഇന്ത്യയിൽ മാമൂത്ത് ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂജ് ടാസ്ക്, അതായത് GDP മെഷർ ചെയ്യുക എന്ന ഹ്യൂജ് ടാസ്ക് അണ്ടർടേക്ക് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയാണ്. ദിസ് മിനിസ്ട്രി with the help of various government departments of all the Indian states and union territories, ഈ ഒരു മിനിസ്ട്രി എന്താ ചെയ്യുന്നത്? എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെയും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിലെയും വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സഹായത്തോടെ കളക്ട് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദെയർ പ്രൈസസ്. അവർ എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസസിനെ കുറിച്ചുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ആൻഡ് ദെൻ എസ്റ്റിമേറ്റ്സ് ദ GDP. എന്നിട്ടാണ് അവർ GDP എസ്റ്റിമേറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഇൻ സെക്ടേഴ്സിലെ ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. Generally, it has been noted from the histories of many, പല ചരിത്രങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്, now developed countries that at initial stages of development, അതായത് ഇപ്പോൾ ഡെവലപ്പായ പല കൺട്രീസിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൈമറി സെക്ടറിൽ നിന്നായിരുന്നു അല്ലേ? പ്രൈമറി സെക്ടർ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. പ്രൈമറി സെക്ടർ ആയിരുന്നു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത്. ആസ് ദ മെത്തേഡ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ചേഞ്ച് ആയതിനെ തുടർന്നും ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ ബിഗാൻ ടു പ്രോസ്പെർ, അഗ്രികൾച്ചർ സെക്ടറും എന്താണ് പ്രോസ്പെറസ് ആകാൻ തുടങ്ങിയതും കാരണം കൊണ്ട് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് മച്ച് മോർ ഫുഡ് ദാൻ ബിഫോർ. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മെനി പീപ്പിൾ കുഡ് നൗ ടേക്ക് അപ്പ് അതർ ആക്ടിവിറ്റീസ്. പല ആൾക്കാർക്കും മറ്റ് ആക്ടിവിറ്റീസും ഏറ്റെടുക്കാം. ദർ വെയർ ഇൻക്രീസിങ് നമ്പർ ഓഫ് ക്രാഫ്റ്റ് പേഴ്സൺ ആൻഡ് ട്രേഡേഴ്സ്. ഇപ്പം എന്താ സംഭവിച്ചത്? ക്രാഫ്റ്റ് പേഴ്സൺസിൻ്റെയും അതേപോലെ ട്രേഡേഴ്സിൻ്റെയും ഒക്കെ എണ്ണവും വർദ്ധിച്ചു. ബൈയിങ് ആൻഡ് സെല്ലിങ് ആക്ടിവിറ്റീസ് ഇൻക്രീസ്ഡ് മെനി ടൈംസ്. പല പ്രാവശ്യമായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ആക്ടിവിറ്റീസും കൂടി. അതായത് വാങ്ങലും വിൽക്കലും ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും കൂടുകയും ചെയ്തു. ബിസൈഡ്സ്, ഇതൊഴിച്ച് ഈ വാങ്ങലും വിൽക്കലും ഒഴിച്ച് there were also transporters, administrators, ആർമി എക്സെട്ര. ട്രാൻസ്പോർട്ടേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ആർമിയും ഒക്കെ ഉണ്ടായിരുന്നു. ഹൗഎവർ, ഇങ്ങനെ ഇരിക്കെ അറ്റ് ദ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് വെയർ നാച്ചുറൽ പ്രൊഡക്ട്സ് ഫ്രം ദ പ്രൈമറി സെക്ടർ. അതായത് ഭൂരിഭാഗം ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് നാച്ചുറൽ പ്രൊഡക്ട്സ് ആയിരുന്നു. അത് എന്തിൽ നിന്നായിരുന്നു? പ്രൈമറി സെക്ടറിൽ നിന്ന്. ആൻഡ് മോസ്റ്റ് പീപ്പിൾ വെർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ദിസ് സെക്ടർ. ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സെക്ടറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഓവർ എ ലോങ് ടൈം, മോർ ദാൻ 100 years, ഓവർ എ ലോങ് ടൈം, അതായത് 100 വർഷത്തേക്കാൾ കൂടുതൽ. ആൻഡ് എസ്പെഷ്യലി ബിക്കോസ് ന്യൂ മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചറിങ് വെർ ഇൻട്രൊഡ്യൂസ്ഡ്. പുതിയ മാനുഫാക്ചറിങ് മെത്തേഡ്സ് എസ്പെഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫാക്ടറീസ് കെയിം അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. ഫാക്ടറീസ് ഉയരുകയും അതേപോലെ അത് എക്സ്പാൻഡ് ചെയ്യാനും തുടങ്ങി. Those people who had earlier worked on farms
now began to work in factories in large numbers. അതായത് ആരൊക്കെയാണോ പണ്ട് ഫാമിൽ വർക്ക് ചെയ്തിരുന്നത് അവരിപ്പോൾ എന്താണ് വലിയ തോതിൽ ഫാക്ടറീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. They were forced to do so as you read in history chapters. ഹിസ്റ്ററി ചാപ്റ്റേഴ്സിലൊക്കെ തന്നെ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുകയായിരുന്നു, അതായത് ഫോഴ്സ് ചെയ്യുകയായിരുന്നു. People began to use many more goods that were produced in factories at cheap rates. ആൾക്കാരാണെങ്കിലും കൂടുതൽ ഗുഡ്സും എന്താണ് യൂസ് ചെയ്യാൻ തുടങ്ങി. എവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ഫാക്ടറീസിൽ ചീപ്പർ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ്. സെക്കൻഡറി സെക്ടർ ഗ്രാജുവലി ബിക്കെയിം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സെക്കൻഡറി സെക്ടർ പതിയെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറായിട്ട് മാറി, ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഹെൻസ് അതുകൊണ്ട് തന്നെ ഓവർ ടൈം സമയം കടന്നു പോകവേ ആ ഷിഫ്റ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. സമയം പോകുന്നതിനനുസരിച്ച് എന്താണ് ഒരു ഷിഫ്റ്റാണ് ഇവിടെ ഉണ്ടായത്. അതായത് പ്രൈമറി സെക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോൾ ഏത് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ്? സെക്കൻഡറി സെക്ടറായിട്ട് മാറി. ദിസ് മീൻസ് ദാറ്റ് ഇതിൻ്റെ അർത്ഥം എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സെക്ടേഴ്സ് ഹാഡ് ചേഞ്ച്ഡ്. സെക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ചേഞ്ചായി എന്ന്. ഇൻ ദ പാസ്റ്റ് 100 years, കഴിഞ്ഞ 100 വർഷത്തിൽ ദർ ഹാസ് ബീൻ എ ഫർദർ ഷിഫ്റ്റ് ഫ്രം സെക്കൻഡറി ടു ടെർഷറി സെക്ടർ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഈ ഡെവലപ്ഡ് കൺട്രീസിൽ എന്താ കാണാൻ സാധിക്കുക? അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു അല്ലേ? സെക്കൻഡറി സെക്ടറിൽ നിന്ന് ടെർഷറി സെക്ടറിലേക്കുള്ള ഷിഫ്റ്റ്. The service sector has become the most important in terms of total production. ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ സർവീസ് സെക്ടറായി ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടർ. മോസ്റ്റ് ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ദ സർവീസ് സെക്ടർ. ഒട്ടുമിക്ക വർക്കിംഗ് പീപ്പിൾ ജോലി ചെയ്യുന്ന ആൾക്കാരും സർവീസ് സെക്ടറിൽ ജോലി കണ്ടെത്താൻ തുടങ്ങി. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ പാറ്റേൺ ഒബ്സർവ്ഡ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ 3 സെക്ടേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഈ 3 സെക്ടേഴ്സിലെയും ടോട്ടൽ പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റും എന്താണ്? ഓവർ ദ ഇയേഴ്സ് ഹാവ് ദർ ബീൻ ചേഞ്ചസ് സിമിലർ ടു ദ പാറ്റേൺ ഒബ്സർവ് ഫോർ ദ ഡെവലപ്ഡ് കൺട്രീസ്? ഈ വർഷം കടന്നു പോകവേ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ചേഞ്ചസോ പാറ്റേണോ എന്തെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചോ? വി ഷാൽ സീ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഈ നെക്സ്റ്റ് സെക്ഷനിൽ നോക്കും. അപ്പോൾ എല്ലാവർക്കും ഈ സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കണുണ്ട്, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.